താമരശ്ശേരി കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ കേന്ദ്രം അടച്ചുപൂട്ടൽ ധാരണാപത്രം നിലനിൽക്കില്ലെന്ന ഫാക്ടറിക്കെതിരെ ഹൈക്കോടതിയിൽ കേസ് നടത്തുന്ന ഹർജിക്കാരനായ സൈദലവി. ധാരണാപത്രത്തിൽ സർക്കാർ പ്രതിനിധികൾ ഒപ്പിട്ടിട്ടില്ല. സമരസമിതി അംഗങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും സൈദലവി ആരോപിച്ചു. നമ്മുടെ ഈ ഒത്തുതീർപ്പ് കരാറ് അവരുടെ വക്കീലും നമ്മുടെ വക്കീലും ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നതോടുകൂടെ നമ്മുടെ ഈ കേസിന്റെ ഈ ഒരു പ്രശ്നം ശാശ്വതമായ പരിഹാരം കാണും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതായിരുന്നു ഫ്രഷ് കട്ട് സമരസമിതി അംഗങ്ങൾ കമ്പനി അധികൃതരുമായി ധാരണാപത്രം ഒപ്പിട്ട ശേഷം പറഞ്ഞത്. അടുത്ത വർഷം മാർച്ച് 31-നകം കട്ടിപ്പാറയിലെ അറവ് മാലിന്യ കേന്ദ്രം പൂർണ്ണമായും അടച്ചുപൂട്ടുമെന്നാണ് ധാരണാപത്രത്തിൽ പറയുന്നത്. എന്നാൽ ഈ ധാരണാപത്രം ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണെന്ന് പരാതിക്കാരൻ സൈദലവി ആരോപിച്ചു. ഒരിക്കലും നിലനിൽക്കാത്ത ഒരു എഗ്രിമെന്റ് വ്യവസ്ഥയാണ് ഇവർ തമ്മിലുണ്ടാക്കിയത്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു തഹസിൽദാരുടെ ADMന്റെ RDO പോലുള്ള എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാർ ആരും ഇടപെട്ടുകൊണ്ടല്ല ഈ വ്യവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത്. സ്വകാര്യ കമ്പനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെങ്കിൽ A to Z പേപ്പറുകൾ ക്ലിയർ ആയിട്ട് ചെയ്യണം. ആ വ്യവസ്ഥയൊന്നും സമരസമിതിയുടെ ഭാഗത്ത് നിലനിൽക്കുന്നതല്ല. അത്തരം കാര്യങ്ങൾ സർക്കാരുമായിട്ട് ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുമില്ല. ഈ എഗ്രിമെന്റ് തീർത്തും തെറ്റായിട്ടുള്ളതാണ്. സമരസമിതിയും ഫ്രഷ് കട്ട് കമ്പനിയും അവർക്ക് തോന്നിയതുപോലെ എഴുതി ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു വ്യവസ്ഥ ഉണ്ടാക്കി എന്നല്ലാതെ ഇതിൽ മറ്റൊരു കാര്യവും ഇല്ല. ധാരണാപത്രത്തിൽ സർക്കാർ പ്രതിനിധികൾ ഒപ്പുവെക്കാത്തത് വിഷയത്തിന്റെ ഉദ്ദേശശുദ്ധിയെ കെടുത്തിക്കളയുന്നതായും കമ്പനിയുടെ ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ഡയറക്ടർ ബോർഡ് അംഗങ്ങളാണെന്നും പരാതിക്കാരൻ ആരോപിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.